പ്രധാനമന്ത്രി എത്താനിരിക്കെ തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി. 24 മണിക്കൂറിനുള്ളിൽ സ്ഫോടനം നടത്തുമെന്ന ഭീഷണി സന്ദേശം വിമാനത്താവളത്തിലാണ് ലഭിച്ചത്. ശുചിമുറിയിലും എക്സിറ്റ് പോയിന്റിലും ബോംബ് സ്ഥാപിക്കുമെന്നാണ് സന്ദേശം. അനന്തകൃഷ്ണൻ നൽകുന്ന വിവരങ്ങൾ. അനന്തൻ, വീണ്ടും ഒരു ബോംബ് ഭീഷണി, അതും പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ശക്തമാക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് ഈ ഭീഷണി സന്ദേശം ലഭ്യമായത്? പ്രതീഷ്, തിരുവനന്തപുരത്ത് തുടർച്ചയായി ഇത്തരം ബോംബ് ഭീഷണി ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇമെയിൽ സന്ദേശം വരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി 10:21, 24, 25 അങ്ങനെ 3 സമയങ്ങളിലായി 3 ഇമെയിലുകളാണ് തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിലെ അധികൃതർക്ക് ലഭിച്ചിരിക്കുന്നത്. ആ 3 മെയിലുകളിൽ പറയുന്ന വിവരം ഇതാണ്: അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകും എന്നാണ്. ആ സ്ഫോടനം നടത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുൾ മുജാഹിദീനാണ് എന്നും രണ്ടാമത്തെ മെയിലിൽ പറയുന്നുണ്ട്. അതുകൂടാതെ മൂന്നാമതൊരു മെയിൽ കൂടി ലഭിച്ചപ്പോൾ അതിൽ പറയുന്നത് ഈ വിമാനത്താവളത്തിന്റെ ശുചിമുറികളിലും എക്സിറ്റ് പോയിന്റുകളിലുമാകും ബോംബ് വെച്ച് സ്ഫോടനം നടത്തുക എന്നുള്ളതാണ്. അത് ബോംബ് സാധാരണ വരുന്ന ഇമെയിലുകളിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഇതിൽ ബോംബ് വെക്കും എന്നാണ്. 24 മണിക്കൂറിനുള്ളിൽ ബോംബ് സ്ഥാപിച്ച് സ്ഫോടനം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാചകമുള്ളത് അതിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുൾ മുജാഹിദീനാണ് എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ രാത്രി തന്നെ വിമാനത്താവളം അലർട്ടിലാക്കി. അതിനൊപ്പം തന്നെ വ്യാപകമായ പരിശോധന CISFന്റെയും വലിയതുറ പോലീസിന്റെയും നേതൃത്വത്തിൽ വിമാനത്താവളത്തിലെ ശുചിമുറി അടക്കം കേന്ദ്രീകരിച്ച് നടത്തുകയുണ്ടായി. പക്ഷേ സാഹചര്യം വരുന്ന ഹിസ്ബുൾ മുജാഹിദിന്റെ പേരിലാണ്. അതിന്റെ ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടെ തന്നെയാണോ കാണുന്നതല്ല? ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ നിരവധി ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലായി. അപ്പോൾ അങ്ങനെയാണോ കരുതുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം, പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട നിലവിൽ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏജൻസികൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വിമാനത്താവളത്തിലെ സുരക്ഷാ ഏജൻസികൾ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നു. ആ യോഗത്തിൽ ഈ ഇമെയിലുകൾ വിശദമായി പരിശോധിച്ചു. അതിനുശേഷം അവരെ എടുത്തിയ നിഗമനം ദിസ് ത്രെറ്റ് ആസ് സ്പെസിഫിക് എന്നാണ്. അതായത് ഗൗരവത്തിൽ തന്നെ വിമാനത്താവളം ഈ ബോംബ് ഭീഷണിയെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്നലെ രാത്രി മുതൽ പരിശോധനകൾ നടത്തി അതിനകത്ത് ഒന്നും കണ്ടെത്തിയില്ലെങ്കിൽ കൂടി ഈ വെള്ളിയാഴ്ച വരെ, അതായത് 2-ാം തീയതി വരെ പരിശോധനകളും വ്യാപകമായി നടത്താൻ തന്നെയാണ്. അതായത് വിമാനത്താവളത്തിന്റെ ക്യാമ്പസിനുള്ളിലും ഒപ്പം തന്നെ സിറ്റി സൈഡിലും ഈ പരിശോധനകൾ നടത്താനാണ് വിമാനത്താവള അധികൃതരുടെ തീരുമാനം. ആ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. അതിനൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ 2 ദിവസവും, അതായത് അലർട്ടുള്ള ഈ 2 ദിവസവും അവസാന നിമിഷ ബുക്കിങ്ങുകൾ യാത്രക്കാർക്ക് അനുവദിക്കില്ല എന്നും വിമാനത്താവളം പറഞ്ഞിട്ടുണ്ട്. കാരണം ഏതെങ്കിലും വിമാനത്തിൽ പോകേണ്ട യാത്രക്കാർ അവസാന നിമിഷം ബുക്ക് ചെയ്താൽ ആ ടിക്കറ്റ് അലൗ ചെയ്യില്ല എന്നാണ് വിമാനത്താവള അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി വരാനിരിക്കെ 2-ാം തീയതി വിഴിഞ്ഞം പോർട്ടിന്റെ കമ്മീഷനിങ് ആണ്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങിന് പ്രധാനമന്ത്രി വരാനിരിക്കെ തുടർച്ചയായി ഇമെയിലുകൾ വരുന്നു. ഏറ്റവും ഒടുവിൽ വന്ന ഇമെയിലിൽ രാജ്യം ആശങ്കയോടെ കാണുന്ന ഒരു പേര്, ഹിസ്ബുൾ മുജാഹിദിന്റെ പേര് കൂടി പരാമർശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് വിമാനത്താവളം ഈ അലർട്ടിനെ, ഈ ബോംബ് ഭീഷണിയെ ഏറ്റെടുത്തിരിക്കുന്നത്. 3 മെയിലുകൾ തുടർച്ചയായിട്ടാണ് വിമാനത്താവളത്തിന്റെ ഇമെയിലിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി വിശദമായ പരിശോധന നടത്തി. ഏതായാലും 24 മണിക്കൂറിനുള്ളിൽ ബോംബ് സ്ഥാപിക്കുമെന്നുള്ള ഭീഷണി ആയതുകൊണ്ട് 2-ാം തീയതി വരെ കർശനമായ പരിശോധനകളും അന്വേഷണവും നടത്താൻ തന്നെയാണ് വിമാനത്താവള സുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം. പ്രധാനമന്ത്രി എത്താനിരിക്കെ തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി.